ഹായ്. നീ എവിടെയാർന്ന്? നീ എന്തിനാ വരാൻ പറഞ്ഞേ? നീ ഇങ്ങടെ ഇറങ്ങ്, പറയാം. നീ കാര്യം പറ, എനിക്ക് വർക്കിന് പോണം. പറഞ്ഞ അടി കിട്ടോ? നീ എന്താ പൂവൊക്കെ ആയിട്ട്? ഡാ, നീ എന്നെ പ്രപ്പോസ് ചെയ്യാണോ? ഡി, നിനക്കറിയാല എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാ. പൃഥ്വിരാജ് ഇല്ലേ, ആളെ പോലത്തെ ഒരാളാ എന്റെ മനസ്സില്. നീ അങ്ങനെ പറയല്ലേടി. ചെക്ക, നീ ഒന്ന് പോയേ. നീ ഒന്ന് ആലോചിച്ചിട്ട് പറ. നീ വേറെ ആളെ നോക്ക്. ഇതേത് ഈ സാധനം? അവൾ എന്റെ പെണ്ണ. എന്റെ പെണ്ണ. ആരാടാ ചവിട്ടിയത്? എനിക്ക് ചവിട്ടി കിട്ടിയത്. അമ്മ അത് സ്വപ്നത്തിലല്ലായിരുന്നോ? എന്താണ് ശബ്ദം കേട്ടെ? ഇന്ന് ഇടിയാണോ ചവിട്ടാണോ കിട്ടിയേ? നീ പോടി. മോനെ, പാല്. ആ, അവിടെ വെച്ചോ. പണി? അവനൊന്ന് കാർ വേണോന്ന്. കാറോ? ഓഫീസിൽ നിന്ന് എല്ലാരും ടൂറ് പോകുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വണ്ടി നിനക്ക് കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം, മനസ്സിലാടാ? നിങ്ങളൊരു മനുഷ്യനാണോ? പപ്പയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? അതെ, അപ്പാപ്പനെ നിന്റെ അപ്പനെ ഒരുപാട് തല്ലിയെ വളർത്തിയത്. അതിന് അപ്പാപ്പനോടുള്ള ദേഷ്യ നിന്നോട് തീർക്കുന്നേ. ഞാനെന്ത് പഴിച്ചു? ഇടാ, നിന്റെ ഈ വലിച്ചുവാരി തീറ്റ നിർത്ത്. അവളാണെങ്കിലേ ഡാൻസ് കളിച്ച് സ്ലിം ആയിക്കൊണ്ടിരിക്കുക. എന്റെ കല്യാണക്കാരി എന്തായി? ചെറുപ്പം തൊട്ടുള്ള ഇഷ്ടമാ. ഞാൻ പപ്പയോട് പറഞ്ഞ് ശരിയാക്കാം. നമ്മളെ മോനെ കല്യാണപ്രായമായി. അവളെ ഒന്ന് ആലോചിച്ചാലോ? ഇത്ര നല്ല പെൺകൊച്ചിന് ഈ മരമണ്ടര് കെട്ടിച്ചു കൊടുക്കാനാ? അവര് ചെറുപ്പം മുതലേ കളിച്ചു വളർന്നവരല്ലേ. ഇപ്പൊ അവൾക്ക് അവനെ കണ്ടൂടാ, പിന്നാലെ നടന്ന് അവളെ വെറുപ്പിച്ച്. അവക്കല്ല, നിങ്ങക്ക് അവനോട് വെറുപ്പ്. പിന്നെ ഇതുപോലെ ഒരുത്തരെ ഞാൻ സ്നേഹിക്കണോടി. നിങ്ങളാ അവനെ ഈ നിലയ്ക്കാക്കിയത്. ചെറുപ്പം മുതലേ പേടിപ്പിച്ചും തല്ലിയും. വേണ്ട, നിസ്സാര കാര്യത്തിന് പോലും എന്തോ ശിക്ഷിച്ചിട്ടുണ്ട് നിങ്ങള്. ഞാൻ പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ കാര്യം പറഞ്ഞു വരരുതെന്ന്. ഓ, ഞാൻ പറഞ്ഞല്ലേ ഈ അഭ്യാസം കൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. നിന്നെ ഞാൻ. അമ്മേ, രക്ഷപ്പെട്ടു. അയ്യോ പപ്പ. അമ്മേ. എന്താടാ? ഒന്നുമില്ല. വീണ്ടും നിങ്ങൾ അവന്റെ മെക്കെട്ട് കയറേണ? ഇപ്പോഴും നമ്മുടെ ചെക്കനെ അവളുടെ പിന്നാലെ നടക്കണ്. അതൊക്കെ അവന്റെ പ്രായത്തിന്റെ, അതൊന്നും കാര്യാക്കണ്ട. നീയാ അവന് പണം വെച്ചു കൊടുക്കണത്. ആ, കണക്കായിപ്പോയി. പപ്പ, ഞാൻ എന്തായാലും അവളെ കല്യാണം കഴിക്കും. കേട്ടില്ലരുത് നീ അത്രയ്ക്കാവടാ. നിന്നെ ഞാൻ കുരുത്തം കട്ടവട. അമ്മേ, പപ്പ തല്ലല്ലേ. എന്റെ അടുത്ത് പോരുത്. ഓരോ ജന്മങ്ങളെ. എന്താ മാഷേ? ഒന്നുമില്ല, ഒച്ചയും ബഹളം കേട്ടിട്ട് വന്നതാ. ആ കുരുത്തം കെട്ടവനെ ഞാൻ തോറ്റ്. അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളൊന്ന് വീണ ചിലപ്പോ എഴുന്നേൽപ്പിക്കാൻ അവനെ കാണും. ശരിയാ, അവൻ കണ്ടു നിൽക്കും. അവനെ കൊണ്ട് വേറെ എന്താ കഴി എന്റെ മാഷേ? അവന്റെ കഴിവുകളെ നിങ്ങളാണ് ഇല്ലാണ്ടാക്കിയത്. ഞാൻ എന്ത് ചെയ്തെന്നാ? കുട്ടികളെ ശിക്ഷിച്ചു വളർത്തുമ്പോൾ അവര് മാനസികമായി തളരും, ഇൻട്രോവേർട്ട് ആവും, അവരുള്ളിലേക്ക് വലിയും. എന്റെ മോന്റെ കാര്യത്തില് മാഷ ഇടപെടണ്ട. അവനെ സ്നേഹിക്കുക, അവനെ അംഗീകരിക്കുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. 2 3 4 1 2. ചേച്ചിയെ, ചേച്ചിക്ക് ചേട്ടനെ പണ്ട് ഇഷ്ടായിരുന്നല്ലോ, ഇപ്പം തൂറ്റി? ഈ ഇടയായേ എന്റെ ചേച്ചിക്ക് കുറച്ച് വിവരം വെച്ചു. അയിന്
അപ്പോഴല്ലേ മനസ്സിലായേ ആളൊരു മരമണ്ടനാണെന്ന്. ചേച്ചി പറയണ പോലെ കുഴപ്പമൊന്നും ചേട്ടനില്ല കേട്ടോ. നല്ല സ്നേഹമുള്ള ചേട്ടനാ. ആണോ? എന്നാ നീ അങ്ങോട്ട് കെട്ടിക്കോടി. ചേട്ടൻ സൂപ്പറാ. ഞാനും ചേട്ടനും മാച്ച് ആവോ? നീ ആദ്യം പോയേ 10ാം ക്ലാസ് പാസ്സാവും. അവളുടെ ഒരു ആലോചന. ഓഹോ, അപ്പൊ എന്നെ ആക്കിയതല്ലേ? അമ്മേ പപ്പ തല്ലല്ലേ. അയ്യോ ചേട്ടായേ വിഷമിക്കല്ലേ. പപ്പയ്ക്ക് എന്നെ ഭയങ്കര ദേഷ്യം. അവൾക്കും എന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് ചേട്ടായി ഇഷ്ടമല്ലേ? പിന്നെ എനിക്കും അതുപോലെ. എനിക്കെന്താ കാറ് തരാത്തെ? ഞാൻ നന്നായി ഓടിക്കില്ലേ? പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്നെയല്ലേ. നീ തന്നെ ചോദിക്കും. ആ മോനെ റെഡി ആയില്ലേ? ഞാൻ എന്താ റെഡിയായി. ഒരു കാര്യം ചോദിച്ചു സമ്മതിക്കോ? ചോദിക്കടി. ചേട്ടായിക്ക് ടൂർ പോവാനേ ആ കാറൊന്ന് കൊടുക്കോ? ഓ അതാണോ? അവന് ബുദ്ധിയും ബോധം വയ്ക്കട്ടെ. പപ്പാ, നമ്മുടെ ചേട്ടായിക്ക് ഒരു കുഴപ്പമില്ല. ഹലോ, ഞാൻ വരുന്നില്ലടാ. പപ്പ കാറ് തരുന്നില്ല. അയ്യോ അയ്യോ പപ്പാ, പപ്പാ, അമ്മ, അമ്മ, പപ്പാ, ചേട്ടാ, ചേട്ടാ, അയ്യോ മോളെ എന്ത് പറ്റി ചേട്ടാ? അയ്യോ അയ്യോ മോനെ. അമ്മേ പപ്പയ്ക്ക് എന്ത് പറ്റി? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടോ. അമ്മേ ഒന്ന് എണീപ്പിക്ക്. ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല, പേടിക്കണ്ട. വേഗം വന്ന് കാണണ്ട മോനെ. അമ്മേ നമ്മുടെ പപ്പയ്ക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ. ഡാ പപ്പ ഹോസ്പിറ്റലാ. കുറച്ച് പൈസ വേണമല്ലോ. അമ്മ വിഷമിക്കണ്ട, പപ്പയ്ക്ക് ഒന്നും വരില്ല. ആ ചെറുതായിട്ടൊരു വേദനയുണ്ടാ. ചേട്ടാ ഇതാ ഡോക്ടർ വന്നു. ഞാൻ വിളിക്കാം. ആ സ്മാർട്ടായില്ലോ. ഡോക്ടറെ, ഇന്നലെ കൊടുത്ത മരുന്നിൽ കുറച്ച് സഡേഷൻ കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോ ഡിസ്ചാർജ് ആകാൻ ടൈമായി. എന്നാലും മനസ്സിനെ ഇത്രയ്ക്ക് അലട്ടുന്ന പ്രശ്നം എന്താണ്? എനിക്കൊരു മകനുണ്ട്, ഒരു മരമണ്ടൻ. പകുതി ജീവൻ മാത്രം ബാക്കിയുണ്ടായിരുന്ന നിങ്ങളെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചത് ഇവനാണ്. ആംബുലൻസിന്റെ വേഗത്തിൽ കാർ ഓടിച്ചാണ് അവൻ നിങ്ങളെ കൊണ്ടുവന്നത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവനോടെ ഇല്ല. എന്റെ ദൈവമേ. അവൻ ഒരിക്കലും മണ്ടനല്ല, മാലാഖയാണ്. കൂൾ മാൻ, കൂൾ. നിങ്ങളാ അവനെ ഈ നിലയ്ക്ക് ആക്കിയത്. ചെറുപ്പം മുതലേ പേടിപ്പിച്ചും തല്ലിയും. അവന്റെ കഴിവുകളെ നിങ്ങളാണ് ഇല്ലാണ്ടാക്കിയത്, നിങ്ങളാണ് ഇല്ലാണ്ടാക്കിയത്. അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ജീവനോടെ ഇല്ല. ഇനി കാറ് നിന്റെ കയ്യിൽ വെച്ചോ. നീ പിടിക്ക്. പപ്പ എനിക്കൊന്നും വേണ്ട. മോനെ, പപ്പ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? പപ്പ മോളെ സ്നേഹിക്കുന്നത് പോലെ
എന്നെ ഒന്ന് സ്നേഹിക്കാമോ? എന്റെ പൊന്നു പോലെ. എന്നാ പോയിട്ട് അടിച്ചു പൊളിച്ചു വാ. സൂക്ഷിച്ചു പോണേ. ഓൾ ദി ബെസ്റ്റ്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഡാ നീ കാർ എടുക്കാൻ പോവാണോ? പപ്പയ്ക്ക് ബോധം വന്ന് എനിക്ക് 2 തൊഴി കിട്ടൂട്ടോ. 2 തൊഴി കിട്ടിയാലും വേണ്ടില്ല, അതിലും വലുതാടി പപ്പയുടെ ജീവൻ. കാറ് വേണമെങ്കിൽ ഞാൻ എടുക്കാട്ടോ. എന്റെ പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം. നീ നിന്റെ പണി നോക്കിപ്പോ. അവൾക്ക് വരാൻ കണ്ട നേരം. ഇവൻ വിചാരിച്ച പോലെ അല്ലല്ലോ.